ഹായ് ഫ്രണ്ട്സ്, ഒരുപക്ഷെ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് വന്ദേ ഭാരതത്തിന്റെ ഉദ്ഘാടന വേളയിൽ സ്കൂൾ കുട്ടികളെ കൊണ്ട് RSS ഗണഗീതം ചൊല്ലിച്ചു എന്നുള്ളതാണ്. ശരിയാണ്, RSS പറയുന്നത് പോലെ അതൊരു ഭക്തിഗാനമാണ്. പക്ഷേ അത് ചൊല്ലിയത് ഗവൺമെന്റിന്റെ ഒഫീഷ്യൽ പ്രോഗ്രാമിലാണ് എന്നുള്ളതാണ് പ്രശ്നം. ഗവൺമെന്റിന്റെ ഒഫീഷ്യൽ പ്രോഗ്രാമിൽ അങ്ങനെ ഗാനം പാടുമ്പോ അത് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് തന്നെ വിരുദ്ധമായി മാറുകയാണ്. കാരണം ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമാണ് ഇപ്പോഴും, ഈ സമയം വരെയും എന്നാണ് എന്റെ വിശ്വാസം. മാറിയെന്ന് എനിക്കറിഞ്ഞുകൂടാ. എന്താണ് തമ്മിലുള്ള വ്യത്യാസം? വെറും ഒരു ഉദാഹരണം എടുക്കുക, ഇൻകുലാബ് സിന്ദാബാദ്. ആ മുദ്രാവാക്യം എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കുന്നത് ആ മാർക്സിസ്റ്റുകാരുടെ, പൊതുവെ ഇടതുപക്ഷക്കാരുടെ മുദ്രാവാക്യമായിട്ടാണ്. ആരാ പറഞ്ഞത് മാർക്സിസ്റ്റുകാരുടെ മാത്രമാണ് എന്ന്? അല്ല, അതിന്റെ അർത്ഥം വിപ്ലവം ചെയ്യട്ടെ എന്നേ ഉള്ളൂ. അത് ആർക്കും പറയാവുന്നേ ഉള്ളൂ. ആര് പറഞ്ഞാലും കുഴപ്പവുമില്ല. പക്ഷേ ഈ ഇടതുപക്ഷക്കാരും ആ മാർക്സിസ്റ്റുകാരും പ്രത്യേകിച്ചും അത് ഉപയോഗിച്ച് അവരുടെ കുത്തകയായി മാറിയിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ആ മുദ്രാവാക്യത്തെ നമ്മൾ അങ്ങനെയാണ് തിരിച്ചറിയുന്നത്, ഇടതുപക്ഷ മുദ്രാവാക്യമായിട്ട്. അങ്ങനെ അല്ലെങ്കിൽ പോലും എന്ന് പറയുന്നത് പോലെ RSSന്റെ ശാഖകളിൽ സ്ഥിരം പാടാറുള്ള ഒരു പാട്ട് ഭക്തിഗാനമാണെങ്കിൽ പോലും ഒരു ഗവൺമെന്റ് പരിപാടിയിൽ അവതരിപ്പിക്കപ്പെടുമ്പോ അതിന് ഒരു RSS മുഖം കൈവരുകയാണ്. അവിടെയാണ് പ്രശ്നമെന്ന് പറയുന്നത്. ആ കോൺഗ്രസ് പാർട്ടിയും ഇടതുപക്ഷവും ശക്തമായി എതിർക്കുന്നു എന്ന് കണ്ടപ്പോ ഇന്ത്യൻ റെയിൽവേസ് അതിന്റെ വെബ്സൈറ്റില് തർജ്ജമ ഉൾപ്പെടെ അത് വീണ്ടും പ്രസിദ്ധീകരിച്ചു. എന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റിന്റെ അഥവാ BJP നേതൃത്വത്തിന്റെ അറിവോടും അംഗീകാരത്തോടും കൂടിയാണ് ഇത്തരം പരിപാടി നടക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോ മാറുന്ന ഇന്ത്യയുടെ മുഖമാണ് നമ്മൾ കാണുന്നത്. ക്രമേണ RSS പ്രത്യയശാസ്ത്രങ്ങള്, ആ RSS ഗാനങ്ങള്, അവയൊക്കെ സാവകാശം അവതരിപ്പിക്കപ്പെടുന്നു. അതിലേക്ക് നമ്മളും ചെന്നെത്തുവാനായി നിർബന്ധിക്കപ്പെടുന്നു, നമ്മൾ പോലും അറിയാതെ തന്നെ. അങ്ങനെ ഇന്ത്യക്ക് ഒരു RSS മുഖം നൽകുവാനായി BJP നേതൃത്വം അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് ശ്രമിക്കുകയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. താങ്ക് യു.